ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പഠന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. ഒരു കോച്ചിങ്ങിനോ ഒന്നും പോകുന്നില്ല, പിന്നെ കോഴ്സൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് റാങ്ക് ഫയൽ അത്ര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല. റാങ്ക് ഫയൽ പാടെ ഒഴിവാക്കണം എന്നല്ല, പക്ഷേ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ കൂടുതലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വൈസ് തന്നെ വായിച്ച് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ NCERT ആൻഡ് SCERT ടെക്സ്റ്റ് ബുക്കുകൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഡേ 1 ആണ് സ്റ്റഡി തുടങ്ങാനായിട്ടുള്ളത്. അതായത് ഞാനൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനൊന്നും ഇല്ലാതെയാണ് ഇത്രയും കാലം പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോൾട്ടുകളും പിന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയും ഒക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട് എൻ്റെ എക്സാമുകളെയും. അപ്പോൾ എനിക്കൊരുപാട് കൺഫ്യൂഷൻസ് വരുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഞാൻ ശരിയാണെന്ന് വിചാരിച്ച് കുത്തുന്ന പലതും നെഗറ്റീവിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, SCERT ആൻഡ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ അതിൻ്റെ PDF നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ഉള്ള സെൽഫ് സ്റ്റഡിയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അവരുടെ പഠന രീതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ പഠന രീതിയിലുള്ള ഫോൾട്ടുകൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരും NCERT ആൻഡ് SCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് റെഫർ ചെയ്തു പോയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ലൈൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള NCERT SCERT ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് കിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുള്ളൂ എന്നാണ് എനിക്ക് അവരുടെയൊക്കെ പഠന രീതിയിൽ നിന്ന് മനസ്സിലായത്. പിന്നെ കറണ്ട് അഫെയേഴ്സിന് വേണ്ടിയിട്ട് PSC ബുള്ളറ്റിൻ ആണ് അവർ വായിക്കാനായിട്ട് പറയുന്നത്. അത് ഞാൻ കണ്ട ഒട്ടുമിക്ക റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും വീഡിയോയിൽ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയേഴ്സാണ് അവർ റെഫർ ചെയ്തിരിക്കുന്നത്. അതല്ലാതെയും കറണ്ട് അഫെയേഴ്സ് വായിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് വായിച്ചെത്താന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് PSC ബുള്ളറ്റിനിൽ വരുന്നതെങ്കിലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ PYQ കഴിഞ്ഞ വർഷങ്ങളിലെയും അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ PYQ NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ PSC ബുള്ളറ്റിൻ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൊക്കെയാണ്. ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ള ഇംഗ്ലീഷും മലയാളമൊക്കെ റെഫർ ചെയ്യാൻ, മാത്സും ഒക്കെ അതിൽ നിന്ന് റെഫർ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെലഗ്രാം ചാനലാണ് PKPSC കോണർ എന്ന് പറയുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ, അതായത് ഒരു UPSC ലെവൽ തന്നെ ഉള്ള ക്ലാസ്സുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലുള്ള ക്ലാസ്സുകളും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. PKPSC കോണറിൻ്റെ തന്നെ ഡെയിലി വൊക്കാബുലറി, അതുപോലെ മലയാളം, കറണ്ട് അഫെയേഴ്സ് അങ്ങനെയൊക്കെ യൂട്യൂബിൽ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അത് നമുക്ക് മടുപ്പ് തോന്നില്ല ഒരുപാട് കുറേ കേട്ടുന്നതിൻ്റെ. അപ്പോൾ അത് ഡെയിലി കുറേശ്ശെ നമ്മൾക്കത് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി പഠിച്ചു പോകുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം ഒന്ന് വായിച്ചെത്തിക്കാൻ. ഇപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്നതിനനുസരിച്ചിട്ട് പഠിക്കുന്നതിൻ്റെ പേജുകളും നമ്മൾ ആ ടോപ്പിക്കുകളൊക്കെ എണ്ണം കൂടും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് ഫുൾ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ
ഡെയിലി കുറച്ചെങ്കിലും റിവൈസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കത് അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. റിവിഷൻ കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് എപ്പോഴും എക്സാമിന് വരാറുണ്ട്. അതായത് നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ തോന്നും, ക്വസ്റ്റ്യൻസ് ആൻസർ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ അത് നെഗറ്റീവ് മാർക്കിൽ എത്താനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ റിവിഷൻ മസ്റ്റാണ്. അപ്പം അങ്ങനെ ഡെയിലി നമ്മൾ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ഒന്ന് മനസ്സിരുത്തി വായിച്ചു പോയാൽ മതി. അത് ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് എന്തായാലും ലഭിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും മോക്ക് ടെസ്റ്റുകളേക്കാൾ. അതായത് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ റെഫർ ചെയ്യുന്ന ചാനലുകളാണ്. ഞാൻ അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനലുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന PSC എക്സാമുകളും ഒക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് അതിൽ വരുന്ന കറണ്ട് അഫയേഴ്സ്, GK ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ടത് ഏത് ക്വസ്റ്റ്യൻസ് ആണെന്ന് അവർ നമ്പർ വരെ ഇട്ട് തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അത് റെഫർ ചെയ്താൽ മതിയാവും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെലഗ്രാം ചാനലാണ്. അപ്പോൾ അതും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനും അതോടൊപ്പം തന്നെ മെയിൻസിലേക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും.